ADGP അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ അന്വേഷണ സംഘം വീണ്ടും യോഗം ചേരും. വൈകിട്ട് 5 മണിയോടുകൂടിയാണ്, അല്പസമയത്തിനുള്ളിലാണ് യോഗം ചേരുക. DGPയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, നേരത്തെ യോഗം ചേരുന്നിരുന്നു, രൂപരേഖ തയ്യാറായിരുന്നു, അൻവറിൻ്റെ MLAയുടെ അടക്കമുള്ള മൊഴി ഒക്കെയുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. ഇപ്പോൾ വീണ്ടും യോഗം ചേരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഏതായാലും വീണ്ടും അന്വേഷണ സംഘത്തിന്റെ യോഗം 5 മണിക്ക് DGP വിളിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ 12:30 ആരംഭിച്ച യോഗം 1:30 അവസാനിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നിട്ടുള്ള 3 പരാതികൾ. ഒന്ന്, അൻവർ നൽകിയ പരാതിയാണ്. മുഖ്യമന്ത്രിക്ക് അൻവർ നൽകിയ പരാതി അത് DGPക്ക് കൈമാറിയിരുന്നു. ഇതിനു പുറമെ ADGP തന്നെ നൽകിയ ഒരു പരാതിയുണ്ട്. ADGP അജിത് കുമാർ നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു. ഇതിന് രണ്ടിന് പുറമെയാണ് സുജിത് മരമ്പുക കേസ് സംബന്ധിച്ചിട്ടുള്ള പരാതിയും അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും അന്വേഷിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഏതൊക്കെ മേഖല, ഏതൊക്കെ ആരോപണങ്ങൾ അന്വേഷിക്കണം എന്നത് സംബന്ധിച്ച് പൂർണ്ണ തോതിലുള്ള ധാരണയായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും DGP പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ചിരിക്കുന്നത്. 5 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് തന്നെയായിരിക്കും ഈ യോഗം ചേരുക. അതായത് നേരത്തെ അൻവർ നൽകിയ പരാതി, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, അത് DGPക്ക് കൈമാറിയതായിരുന്നു പരിശോധിച്ചിരുന്നത്. ഇപ്പോൾ ADGPയുടെ പരാതിയും, പിന്നീട് അത് മാത്രമല്ല അൻവർ തന്നെ സുജിത് ദാസിനെതിരായി മരംമുറിയുമായി ബന്ധപ്പെട്ട കേസിൽ നൽകിയ പരാതിയും ഒക്കെയാണ് ഇനിയുള്ള യോഗത്തിൽ പരിശോധിക്കുക, അല്ലേ? അത് മാത്രമല്ല, ഈ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ മേഖലയിലാണ് പരിശോധനകൾ, അന്വേഷണങ്ങൾ നടത്തേണ്ടതെന്നുള്ള തീരുമാനവും ഒരുപക്ഷെ ഇനിയുള്ള യോഗത്തിലാകുമോ തീരുമാനിക്കുക? ഉച്ചയ്ക്ക് 12:30 കൂടി ചേർന്ന യോഗത്തിൽ ഏതായാലും ഈ 3 പരാതികൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. 3 പരാതികൾ പരിശോധിച്ചു. പക്ഷേ ഏതൊക്കെ മേഖല ആകെ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഈ 5 മണിയോട് കൂടി ചേരുന്ന യോഗത്തിൽ ധാരണയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി.